അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ടാങ്ക് വീണ്ടും ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നല്ലോണം ചെളി ഉണ്ടായിരുന്നു കേട്ടോ ടാങ്കിൽ. ചേട്ടാ എന്നിട്ട് നമ്മുടെ പരിപാടി ടാങ്ക് ക്ലീൻ ചെയ്യാൻ നമ്മുടെ പരിപാടി നമ്മുടെ ചെക്കൻ കിടക്കുന്ന കിടപ്പുണ്ടോ. താമരയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കണ്ടായിരുന്നു കേട്ടോ ടാങ്കിന്റെ ഉള്ളില്. അതിന്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത്. 2-3 വർഷങ്ങൾക്ക് മുന്നേ ചെറുനാരങ്ങ കൊണ്ട് നട്ടിട്ട് ഇപ്പോഴാണ് കേട്ടോ ഉണ്ടായി തുടങ്ങിയത്. ടാങ്ക് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ മിയനെ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിയയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മീനുകളുടെ ടാങ്കിൻ്റെ ഒക്കെ അവിടെ വന്ന് നിൽക്കൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. ഞങ്ങളുടെ അലിഗേറ്റർ കുട്ടനാണെന്നുണ്ടെങ്കിൽ വെള്ളം തീരും തോറും അവനിങ്ങനെ വെപ്രാളം കൂടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കിടന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനെ മാറ്റിയിടാൻ പറ്റ പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ചേട്ടനാണെങ്കിൽ പിടിക്കാനും പറ്റുന്നുണ്ടായില്ല. അവനാണെന്നുണ്ടെങ്കിൽ പിടിക്കാൻ വരുമ്പോൾ അവൻ വായ തുറക്കായിരുന്നു കേട്ടോ. മേലാണെന്നുണ്ടെങ്കിൽ വഴുവഴുക്കലായിരുന്നു. മിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിയാണ് കേട്ടോ. അവള് ഇങ്ങനത്തെ മീനൊന്നും കാണും കൂടി ഇല്ല അവള്. അവനെ ഞങ്ങൾ നേരെ വേറെ ടാങ്കിലേക്കാണ് കേട്ടോ കൊണ്ടുപോയിട്ടത്. അതിൽ തന്നെ കൊള്ളുമെന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു കേട്ടോ. പക്ഷെ ആള് സുഖമായിട്ടൊക്കെ അതിൽ കിടന്നു കേട്ടോ. ടാങ്കിലെ ചെളിയാണെന്നുണ്ടെങ്കിൽ വെറുതെ കളയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ടാങ്കിലെ ചെളി നല്ലൊരു വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചക്കയ്ക്കും പിന്നെ റംബൂട്ടാനും ചാമ്പയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ താമര ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ചിട്ട് അവിടുത്തെ ചെളിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ മിയയുടെ വെപ്രാളം കാണാനിടയത്. അപ്പം തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, റിട്ടു പോയി എന്നുള്ളത്. റിട്ടു ആണെന്നുണ്ടെങ്കിൽ കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വല്ല സ്ഥലത്തേക്കൊക്കെ പോകും കേട്ടോ. പിന്നെ അവിടുന്ന് ചേട്ടൻ പോയിട്ട് പിടിച്ചുകൊണ്ട് വരണം കേട്ടോ. ചേട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ വന്ന് ഫ്രണ്ടിൽ കയറിയിരുന്നോളൂ. ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ തിരിച്ചിടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ അവനെ തൊടാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ എന്നാ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തൊടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ മീനിന്റെ പുറത്തുള്ള അഴുക്കൊക്കെ കളയണ് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കണ പോലെയാണ് കേട്ടോ തോന്നിയത്. അങ്ങനെ ഒരു കണക്കിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവനെ പൊക്കിയെടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ അവനെ തൊടാനുള്ള മതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് രണ്ടും കൽപ്പിച്ച് തൊടാന്ന് സമ്മതിപ്പിച്ചെടുത്തു കേട്ടോ. അവനൊരു പാവായതുകൊണ്ട് തന്നെ എനിക്ക് അത് നല്ലപോലെ സാധിച്ചു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോളൂ കേട്ടോ. അധികം റിസ്ക് എടുക്കാതെ തന്നെ അവനെ ടാങ്കിലേക്ക് തിരിച്ചു വിട്ടു കേട്ടോ.